ശബരിമല വിശ്വാസക്കൊള്ളയിൽ മറുനാടൻ മലയാളി നൽകിയ ഒരു വാർത്തയ്ക്ക് കൂടി സ്ഥിരീകരണം. ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജിവാഹനം തിരികെ വാങ്ങണമെന്ന് ആവശ്യപ്പെട്ട് തന്ത്രി കണ്ഠരര് രാജീവര് ദേവസ്വം ബോർഡിന് കത്ത് നൽകുമ്പോൾ തെളിയുന്നത് അതും കടത്തിയെന്ന വസ്തുതയാണ്. ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർക്കാണ് തന്ത്രി കണ്ഠരര് രാജീവര് കത്തു നൽകിയത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒക്ടോബർ 11-നാണ് രാജീവര് ദേവസ്വം ബോർഡിനെ സമീപിച്ചത്. ഒക്ടോബർ 2-നാണ് ഈ വാർത്ത മറുനാടൻ നൽകിയത്. ചിരഞ്ജീവിക്കൊപ്പം സന്നിധാനത്തെത്തി വിവാദത്തിൽ കുടുങ്ങിയ കുടുംബമാണ് വാജിവാഹനം കൈവശം വച്ചിരിക്കുന്നതെന്നാണ് സൂചന. അതിനിടെ അതീവ രഹസ്യമായി വാജിവാഹനം ദേവസ്വം ബോർഡിന് കൈമാറിയെന്നും സൂചനയുണ്ട്. ഇതിനിടയിലാണ് തന്ത്രിയുടെ കത്ത് പുറത്തുവരുന്നത്. വാജിവാഹനത്തിൽ ദേവസ്വം ബോർഡ് ഇനിയും പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. ശബരിമല അയ്യപ്പ സന്നിധിയിൽ 8 വർഷത്തിന് മുമ്പ് സ്വർണ്ണക്കൊടിമരവും അയ്യപ്പ വാഹനമായ കുതിരയുടെ രൂപവും സ്ഥാപിച്ചപ്പോൾ മുൻപുണ്ടായിരുന്ന കുതിര രൂപം മാറ്റിയതായി സംശയമുണ്ടായിരുന്നുവെന്ന് മറുനാടൻ വാർത്ത നൽകിയിരുന്നു. 10 കിലോയോളം തങ്കം ഉപയോഗിച്ചാണ് സ്വർണ്ണക്കൊടിമരം പുതുക്കി നിർമ്മിച്ചിരുന്നത്. ഹൈദരാബാദ് ആസ്ഥാനമായ സ്വകാര്യ കമ്പനിക്ക് പുതിയ സ്വർണ്ണക്കൊടിമരം നിർമ്മിക്കാനുള്ള സ്പോൺസർഷിപ്പ് നൽകിയതിലും ക്രമക്കേട് നടന്നു എന്നാണ് ഇപ്പോൾ ആരോപണമുണ്ടാകുന്നത്. പുതിയ സ്വർണ്ണക്കൊടിമരം സ്ഥാപിച്ച് 2 മാസത്തിനുള്ളിൽ അതിൽ മെർക്കുറി ഒഴിച്ച് നശിപ്പിച്ചതായും കണ്ടെത്തിയിരുന്നു. വാജിവാഹനം എന്നാൽ ഒരു ദേവതയുടെ വാഹനമായി ഉപയോഗിക്കുന്ന മൃഗത്തെയാണ് കുറിക്കുന്നത്. വാജി എന്ന വാക്ക് വാഹനം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. ഉദാഹരണത്തിന് ശാസ്താവിന്റെ വാഹനം കുതിരയാണ്. അതിനെ ശാസ്താവിന്റെ വാജി എന്ന് പറയാം. കൊടിമരങ്ങളിൽ കാണുന്ന ജീവിയുടെ രൂപം ദേവതയുടെ വാഹനം ഏതാണെന്ന് മനസ്സിലാക്കാൻ സഹായിക്കും. അതായത് ശബരിമലയിലെ പഴയ കൊടിമരത്തിലെ വാജിയെ കാണാനില്ലെന്നാണ് സൂചന. വെള്ളിയിലാണ് ഇത് പണിതിരുന്നത്. കുതിരയ്ക്കും വാജിയെന്ന് അർത്ഥമുണ്ട്. 2017 ഏപ്രിലാണ് പുതിയ സ്വർണ്ണ കൊടിമരം സ്ഥാപിക്കാൻ നടപടികൾ തുടങ്ങിയത്. 10 കിലോയോളം തങ്കം ഉപയോഗിച്ച് 3.5 കോടി രൂപ ചെലവിട്ടാണ് സ്വർണ്ണ കൊടിമരം നിർമ്മിച്ചത്. പുതിയത് സ്ഥാപിക്കുന്നതിന് മുൻപ് പഴയ കൊടിമരവും അതിനു മുകളിൽ സ്ഥാപിച്ചിരുന്ന അയ്യപ്പ വാഹന രൂപവും അഴിച്ചുമാറ്റിയിരുന്നു. അത് എവിടേക്ക് മാറ്റി എന്നത് സംബന്ധിച്ച് യാതൊരു സ്ഥിരീകരണവും ദേവസ്വം ബോർഡ് ഇതുവരെ നൽകിയിട്ടില്ല. വർഷങ്ങളായി അയ്യപ്പ സന്നിധിയിൽ ഉണ്ടായിരുന്ന കുതിര രൂപത്തിന് ഭക്തർ സമാനതകളില്ലാത്ത വിലയാണ് കൽപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സ്വർണ്ണപ്പാളികളുടെ വിഷയം വിവാദമായ സാഹചര്യത്തിൽ പഴയ കൊടിമരവും കുതിര രൂപവും വിറ്റതാണെന്ന സംശയം ഉയരുന്നത്. ഇതെല്ലാം ശരിയാണെന്ന തരത്തിലാണ് തന്ത്രിയുടെ കത്ത് പുറത്തുവരുന്നത്. പുതിയ കൊടിമരം സ്വർണം പൂശി സ്ഥാപിക്കാൻ ഹൈദരാബാദ് ആസ്ഥാനമായ കമ്പനിക്ക് സ്പോൺസർഷിപ്പ് നൽകിയത് സംബന്ധിച്ചും ദുരൂഹതയുണ്ട്. കമ്പനിക്ക് ഫീനിക്സ് പക്ഷിയെപ്പോലെ വാജിവാഹനവുമായി പറന്നുയരാൻ സഹായം ചെയ്തു നൽകിയത് ആരാണ് എന്ന കാര്യത്തിലാണ് ദുരൂഹത. പഴയ കൊടിമരത്തിന് മുകളിൽ സ്ഥാപിച്ച വാജി വെള്ളിയിലുള്ളതായിരുന്നു. പുതിയ കൊടിമരത്തിൽ സ്വർണം പൂശിയ പുതിയ വാജിയാണുള്ളത്. അപ്പോൾ ആ പഴയ വെള്ളയിലുള്ള കുതിര എവിടെ പോയി എന്നതാണ് ഉയരുന്ന ചോദ്യം.